ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഫ്രൂട്ട് കസ്റ്റേർഡിന്റെ റെസിപ്പിയാണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ഇത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പം 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതായത് 1 ലിറ്ററിന് ഒരു 1/4 കപ്പ് മാത്രം എടുത്തിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് കസ്റ്റർഡ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടോട്ടലി 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ചെയ്യാം. അപ്പം നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ പാല് ഒന്ന് ചൂടാക്കി എടുക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കസ്റ്റർഡ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ 1/4 കപ്പ് പാലാട്ട ഇത്. അതിലേക്ക് നമുക്ക് കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 4 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർക്കുന്നുണ്ട്. കസ്റ്റേർഡ് പൗഡർ ഇപ്പോൾ വാനില ഫ്ലേവർ ആട്ടാ ഞാൻ എടുത്തത്. കസ്റ്റേർഡ് പൗഡർ കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് കട്ടിയായി പോവും. അപ്പോൾ അതുകൊണ്ട് 1 ലിറ്റർ പാലിലേക്ക് 4 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ കറക്റ്റ് അളവാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ 4 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഇട്ടിട്ട് അതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ആ കസ്റ്റേർഡിൻ്റെ മിക്സ് ഈ ഒരു രീതിയിൽ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ചായിട്ട് ഒഴിക്കുന്ന സമയത്ത് ഒരു കൈ വെച്ചിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കാം, അല്ലെങ്കിൽ കസ്റ്റേർഡ് പെട്ടെന്ന് കട്ട പിടിച്ചു പോവും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇളക്കിക്കൊണ്ട് നിൽക്കാം. അപ്പോൾ ഇതാ നമ്മൾ കസ്റ്റേർഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് നമുക്ക് കുറച്ചൊന്ന് കുറുക്കിയിട്ടെടുക്കാം. ഈ ഒരു സമയത്തെല്ലാം ഈ ഒരു രീതിയിൽ ഇളക്കിക്കൊണ്ട് നിൽക്കണം, കാരണം കസ്റ്റേർഡ് പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഇളക്കി നമുക്ക് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇത് അങ്ങനെ ഓവറായിട്ട് കട്ടിയാക്കണ്ട, എങ്കിലും ചെറുതായിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഏകദേശം കുറച്ചൊന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതെന്തായാലും ചൂട് കുറച്ച് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ആട്ടാ ചേർത്തിട്ടുള്ള, അധികം ആയിപ്പോണ്ട, 1/4 ടീസ്പൂൺ മതി. എന്നിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ചൂടൊന്ന് പോവാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതാ ഞാൻ ചൂട് മാറിയ ശേഷം ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ മുന്തിരിയാട്ടാ ചേർത്ത് കൊടുക്കുന്നത്. മുന്തിരി കുരു ഇല്ലാത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ നല്ല മധുരമുള്ള മുന്തിരിയാണ്. അത് 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ ചേർക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം കുറച്ച് മധുരമുള്ള ടൈപ്പ്, അധികം പുളിയില്ലാത്ത ടൈപ്പ് ഫ്രൂട്ട്സ് എടുക്കാൻ വേണ്ടി നോക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാങ്ങയാണ്. മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാങ്ങയും നല്ല മധുരമുള്ളതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് ഉറുമാമ്പായം ചേർത്ത് കൊടുക്കാം. ഉറുമാമ്പായം, അനാറ്, പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഫിലിപ്പീൻ്റെ ബനാനയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഫ്രൂട്ട് കസ്റ്റേർഡിൽ സാധാരണ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ചെയ്ത്, അപ്പോൾ ഞാൻ ഈ ബനാനയാണ് സാധാരണ എടുക്കല്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നേന്ത്രപ്പഴം ഇതേ രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷെ മൈസൂർ പഴം അങ്ങനെ ഭയങ്കരമായിട്ട് ഫ്ലേവർ വരുന്ന ടൈപ്പ് പഴം എടുക്കരുത്. നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഞാൻ ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ഫസ്റ്റ് കസ്റ്റേർഡ് ഒന്ന് റെഡിയാക്കി വെക്കാം. പിന്നെ നമ്മൾ സെർവ് ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് ഫ്രൂട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ആപ്പിൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഫ്രൂട്ട്സ് നമുക്ക് ഫസ്റ്റ് തന്നെ ആഡ് ചെയ്ത് വെക്കാം. പിന്നെ ആപ്പിൾ കുറച്ച് നമ്മൾ സെർവ് ചെയ്യുന്ന കുറച്ച് മുമ്പായിട്ട് അങ്ങനെ ആഡ് ചെയ്താലും മതി. പിന്നെ നമുക്കിതിലേക്ക് ഞാനിപ്പോൾ ഇതാ എടുത്തിട്ടുള്ളത്
ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈത്തപ്പഴം എടുക്കുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അലിഞ്ഞിട്ടുള്ള ആ ഒരു ടൈപ്പ് ഈത്തപ്പഴം ഉണ്ടാവില്ലേ, അത് എടുക്കാത്ത കേട്ടാ നല്ല. അത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ആ ഈത്തപ്പഴം നിൽക്കുന്ന ഭാഗത്ത് ചെറുതായിട്ട് കളർ ചേഞ്ച് ആയിട്ട് അങ്ങനെ വരും. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഈത്തപ്പഴം ഇടുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലുള്ള ഈത്തപ്പഴം എടുക്കാൻ വേണ്ടി നോക്കാം. നല്ല അലിഞ്ഞത് അങ്ങനെ എടുക്കാണ്ട് നിൽക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഞാനിപ്പോൾ ഇതാ ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. നട്ട്സും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റി ചേർക്കാം. അപ്പോൾ ഇതാ പിന്നെ ഞാൻ കാഷ്യൂ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഇതാ നല്ലോണം തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തന്നെ ഒന്ന് തണുപ്പിച്ച ശേഷം സെർവ് ചെയ്യാം. ഫ്രൂട്ട് കസ്റ്റേർഡ് റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.